നമസ്തേ. ഇന്ന് നമ്മള് ശനിദശ, ഏഴര ശനി, കണ്ടകശനി എന്ന 3 ഘടകങ്ങളാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഈ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഇത് മുഴുവനും പറഞ്ഞു തീരാൻ പറ്റുമോ എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഓരോന്നും വിശദീകരിക്കാം. ആദ്യമേ തന്നെ പറയട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ സംഭാഷണത്തിനിടയ്ക്ക് ഗ്രഹനില, രാശിചക്രത്തിന് പകരം ഗ്രഹനില എന്ന് പലയിടത്തും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ട് കണക്കാക്കണം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആരാണ് ശനി, അല്ലെങ്കിൽ എന്താണ് ശനി? ശനിയെ എന്ന ഗ്രഹത്തെക്കുറിച്ചും അഥവാ ശനിദേവൻ എന്നതിനെ കുറിച്ചും നമ്മൾ വളരെ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എല്ലാവരും മനസ്സിൽ വച്ചിരിക്കുന്നത്. ശനി ഒരുപാട് ദ്രോഹം വരുത്തുന്നവനാണ്, ഉപദ്രവം വരുത്തുന്നവനാണ്, അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. ശനിദോഷം, ശനിദശ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭീതിയോടുകൂടി കാണുക. അപ്പൊ ഈ ശനിദശ എന്ന് പറയുന്നത് നമ്മുടെ ജനിച്ച സമയം മുതൽ കണക്കാക്കി വരുന്ന ഇപ്പോഴത്തെ അവസ്ഥയാണ് ശനിദശ എന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും ശനിദശ ഉണ്ടാവും. ശനിദശ എന്നല്ല, എല്ലാ ദശയും എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ശനി നമ്മുടെ ഗ്രഹനിലയിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ശനിദശാകാലം വലിയ ദോഷം ചെയ്യുന്നതല്ല. നമുക്ക് അവിടെ അല്ല പ്രാധാന്യത്തോട് നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് കണ്ടകശനി, എന്താണ് ഏഴര ശനി? അപ്പൊ നമ്മൾ ജന്മരാശി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അഥവാ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെയാണ് നമ്മൾ ജന്മരാശി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ ഏതൊരു രാശിയിലാണോ ചന്ദ്രൻ നിൽക്കുന്നത് ആ രാശി മുതൽ നമ്മൾ 4, 7, 10 ഈ 4, 7, 10 ജ്യോതിഷത്തിൽ പറയുന്ന പേരാണ് കണ്ടകം. കണ്ടകം എന്നാൽ കേന്ദ്രം എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ഈ ബോർഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കും. ഈ രാശി ചക്രത്തില് ഇത് ഗ്രഹനിലയാണ്. അതായത് ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഗ്രഹം നിൽക്കുന്നത് കന്നി എന്ന് പറയുന്ന രാശി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതിന് കന്നി എന്ന് പറയാം. ഈ കന്നി രാശിയിൽ നിന്ന് നോക്കൂ, 1, 2, 3, 4 അത് ഒരു കേന്ദ്രമാണ്. രണ്ടാമത് നോക്കൂ, 5, 6, 7 ഇത് രണ്ടാമത്തെ കേന്ദ്രമാണ് അഥവാ കണ്ടകമാണ്. 8, 9, 10 അത് മൂന്നാമത്തെ കണ്ടകം. അപ്പൊ 3 കണ്ടകം ഉണ്ട്, 3 കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ജനിച്ച രാശി അഥവാ നമ്മുടെ ചന്ദ്രരാശിയിൽ നിന്ന്, ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും എത്രാമത്തെ ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്? നമ്മുടെ ഗ്രഹനിലയിലുള്ളതല്ല ഈ പറയുന്നത്. ചാരം എന്ന് പറയും. ചാരം എന്ന് പറഞ്ഞാൽ സഞ്ചാരം, അതിനെയാണ് ചാരം എന്ന് പറയുക. ഇപ്പോൾ ശനി നിൽക്കുന്നത് എവിടെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സഞ്ചരിച്ച് ശനി എവിടെ എത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോ പറയുന്നത്, ഇത് ഈ ചന്ദ്രൻ കന്നിരാശിയിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ ശനി ഇവിടെയാണ് നിൽക്കുന്നത്, 7-ലാണ്. അതായത് ഇപ്പൊ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 7-ലാണ്. അപ്പൊ അവർക്ക് കണ്ടക ശനിയാണ്. എങ്ങനെ? 7-ല്. ഈ 4-ൽ ചാ നിൽക്കുന്നവർക്കും കണ്ടക ശനിയാണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ചാ നിൽക്കുന്നവർക്കും കണ്ടക ശനിയാണ്. അപ്പൊ ഇപ്പോൾ ശനി എവിടെ നിൽക്കുന്നു അതാ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ എവിടെയാ നിൽക്കുന്നത്? ഇപ്പോൾ ശനി നിൽക്കുന്നത് മീനത്തിലാണ്. അപ്പോൾ മീനൻ രാശിയിൽ ശനി സഞ്ചരിച്ച് വന്ന് നിൽക്കുന്നത് കൊണ്ട് കന്നിരാശിക്കാർക്ക് ഇത് നോക്കൂ, ധനുരാശിക്കാർക്ക്, പിന്നെയോ മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടക ശനിയാണ്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഏഴര ശനി എന്നതാണ്. ഏഴര ശനിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നോക്കൂ 12,
1, 2. അതായത് ഇത് 12. കന്നി രാശിയെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം എന്ന് പറയുന്നത് 12ാം രാശി. ഇനി ഇത് ജന്മരാശി, ചന്ദ്രൻ നിൽക്കുന്നത്. അടുത്തതോ 2. അപ്പൊ ഇവിടെ ശനി സഞ്ചരിക്കുന്ന കാലത്തെ നമ്മൾ 7.5 ശനി എന്ന് പറയും. 3 കൂടി കൂട്ടിയിട്ടാ പറയാ. അതെന്താ പറയാ? 2.5, 2.5, 2.5 അങ്ങനെയാ പറയാ. ഒരു രാശിയിൽ ശനി 7.5 വർഷം നിലനിൽക്കും. അപ്പൊ നോക്കൂ, ഈ ചന്ദ്രൻ നിൽക്കുന്ന ഈ രാശിക്കാരൻ, ഇവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്, ശനി ഇവിടെ സഞ്ചരിച്ചു വന്നു എന്ന് കരുതുക. ഇപ്പൊ നമുക്ക് അതിനേക്കാൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടെയാണ് ചന്ദ്രൻ എന്ന് കരുതുക. അപ്പൊ ഇവിടെ ചന്ദ്രനാണെങ്കിൽ ഇവിടെ ശനി ഇപ്പൊ സഞ്ചരിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ശനി അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇയാൾക്ക് നോക്കൂ, ജന്മത്തിൽ ശനി 2.5 വർഷമുണ്ട്. അപ്പൊ ഇയാളുടെ 2.5 വർഷത്തെ ശനി കഴിഞ്ഞിട്ടാണ് ഈ ശനി ഇവിടെ നിന്ന് 2.5 വർഷം സഞ്ചരിച്ച് ഇപ്പുറത്തെത്തി. അപ്പൊ ഇയാൾക്ക് ജന്മത്തിലെ ശനി. ഇനി ഈ ശനി 2.5 വർഷം അടുത്ത കാലം ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ പറയും 2ൽ ശനിയാണ്. അപ്പൊ 12ലെ ശനി, ജന്മത്തിലെ ശനി, 2ലെ ശനി, ഇത് കൂട്ടുമ്പോൾ നമുക്ക് 7.5 ശനിയായി. അതായത് 2.5 ഗുണം 3 സമം 7.5 ശനി. ഇതാണ് 7.5 ശനി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, കണ്ടകശനിയാകട്ടെ 7.5 ശനിയാകട്ടെ എന്തായാലും നമുക്ക് ഒരുപാട് ഉപദ്രവങ്ങളോ ദോഷങ്ങളോ വരുത്തുന്നതല്ല. ഗ്രഹനിലയിൽ ശനി അനുകൂലസ്ഥനാണ് എങ്കിൽ നമുക്ക് വലിയ ദോഷങ്ങളൊന്നും വരുത്തില്ല. ഇനി ശനിയുടെ ഗുണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ശനിദശാകാലത്ത് നമുക്ക് യഥാർത്ഥമായും ആരൊക്കെ സുഹൃത്തുക്കളുണ്ട് എന്നും ആരൊക്കെയാണ് ബന്ധുക്കൾ യഥാർത്ഥമായിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈശ്വര ഭക്തി നൽകുന്നത് ശനിദശാകാലമാണ്. അതുപോലെ തന്നെ ശനിയുടെ ഈ അപഹാരകാലവുമാണ്. അതായത് അപഹാരകാലം പോലെ തന്നെ ഈ ചാരകാലവും, അതായത് കണ്ടകശനിയും 7.5 ശനിയും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കുറെ കാര്യങ്ങൾ തരുന്നുണ്ട്. അതിലേറ്റവും വലുത് ഈശ്വരാധീനവും ഈശ്വരഭക്തിയുമാണ്. ധനം തരുന്നത്, ധനപരമായ കാര്യങ്ങൾ തരാൻ ശുക്രനോ വ്യാഴോ ഒക്കെ ശ്രമിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ ഭക്തിയും വിശ്വാസവും തരുന്നത് ശനിയുടെ കഴിവാണ്. ഇത് നമുക്ക് കഴിഞ്ഞിട്ട് ഇനി തുടർന്ന് ക്ലാസ്സിലേക്ക് പോകാം. ദീർഘമായി പോകും. നന്ദി, നമസ്കാരം.